വേദപുസ്തകത്തിൻ്റെ ആദ്യ താളുകളിൽ തന്നെ കുടുംബത്തെക്കുറിച്ചാണ് പറയുന്നത്. യഹോവയായ ദൈവം ആദാമിനെയും ഹവ്വായെയും സൃഷ്ടിച്ച് ഒരു കുടുംബമാക്കി ആരംഭിക്കുന്ന ഒരു ചരിത്രം. വേദപുസ്തകം അവസാനിക്കുന്നതും വിവാഹ വിരുന്നിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ്. അത് വെളിപാട് പുസ്തകത്തിൽ കർത്താവ് തമ്പുരാൻ മണവാളനായും സഭ മണവാട്ടിയുമായുള്ള വിവാഹ വിരുന്നിനെക്കുറിച്ച് പറഞ്ഞാണ് വേദപുസ്തകം അവസാനിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ദൈവത്തിൽ ആരംഭിച്ച് ദൈവത്തിൽ വളർന്ന ദൈവത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വരുന്ന ഒരു സംവിധാനമാണ് കുടുംബം. നിങ്ങളുടെ കുടുംബവും ആരംഭിക്കുന്നത് ദൈവത്തിലാണ്. നിങ്ങളുടെ കുടുംബം ആരംഭിക്കുന്നത് ആരാധനയിലാണ്. നിങ്ങളുടെ കുടുംബം ഇനി തുടരേണ്ടത് ദൈവത്തിലും ദൈവാരാധനയിലുമാണ്. അത് ഞാൻ നിങ്ങളെ ഒന്നാമത് ഓർമ്മിപ്പിക്കുന്നു. കുടുംബത്തെക്കുറിച്ചുള്ള സഭയുടെ ദൈവശാസ്ത്ര പഠിപ്പിക്കലുകൾ വളരെ ശ്രദ്ധേയമാണ്. ഞാനിപ്പോൾ ഇവിടെ തിയോളജി പറയാൻ പോയാൽ ഉച്ച കഴിഞ്ഞ് നിങ്ങളെല്ലാവരും ഉറങ്ങിപ്പോകുമെങ്കിലും സഭ കുടുംബത്തെ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അതിലൊന്നാമത് പറയുന്നത് ഫാമിലി ഈസ് ദ മിനിയേച്ചർ ട്രിനിറ്റി എന്നാണ്. വിശുദ്ധ തൃത്വത്തിൻ്റെ ചെറിയ പതിപ്പാണ് കുടുംബം എന്നാണ് പറയുന്നത്. ആദാമും ഹവ്വായും ഷേത്തും മകനും ചേരുന്ന ഒരു ട്രിനിറ്റേറിയൻ ബന്ധം നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളും ചേരുന്ന ഒരു ട്രിനിറ്റേറിയൻ, ഒരു തൃത്വ ബന്ധം. തൃത്വത്തിൻ്റെ പ്രത്യേകത ആരും ആരെക്കാളും വലുതല്ല എന്നുള്ളതാണ്. എന്നാൽ ഓരോരുത്തർക്കും അതിൻ്റേതായ ഫങ്ഷനുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കുമുള്ള ഫങ്ഷനുണ്ട്. പക്ഷെ ആരും ആർക്കും അടിമയല്ല, ആരും ആരുടെയും മുകളിലല്ല. അവിടെ ഒരു വലിയ ഈക്വാലിറ്റി ഉണ്ട്, അവിടെ വലിയ ഷെയറിംഗ് ഉണ്ട്, അവിടെ വലിയ സ്നേഹത്തിൻ്റെ പങ്കിടിയിലുണ്ട്. ഭാഗ്യസ്മരണാർഹനായ ഉസ്താദ് തിരുമേനി പറയും, തൃത്വം സ്നേഹത്തിൻ്റെ പങ്കിടിയിലാണ് എന്ന് പറയും. അതുകൊണ്ട് എനിക്കൊന്നാമത് പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ കുടുംബം തൃത്വത്തിൻ്റെ അനുഭവത്തിൽ, സ്നേഹത്തിൻ്റെ പങ്കിടിയിൽ, പാരസ്പരികതയുടെ, മ്യൂച്വാലിറ്റിയുടെ അനുഭവത്തിൽ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ്. രണ്ടാമത് സഭ പഠിപ്പിക്കുന്നത് ഫാമിലി ഈസ് ദ മിനിയേച്ചർ ചർച്ച് എന്നാണ്. സഭയുടെ പ്രതീകമാണ്. സഭയുടെ പ്രത്യേകത എന്താണ്? അത് വിശുദ്ധമാണ്, അത് ആരാധനയിൽ അധിഷ്ഠിതമാണ്. എനിക്ക് നിങ്ങളോടും പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ കുടുംബം വിശുദ്ധമാകണം എന്നാണ്. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അനുവദനീയമല്ലാത്ത ഒന്നും കാണരുത്, ഒന്നും കഴിക്കരുത്, ഒന്നും കുടിക്കരുത്. ഒരു ബന്ധങ്ങളിൽ, അനുവദനീയമല്ലാത്ത ബന്ധങ്ങളിലേക്ക്, ചിന്തകളിലേക്ക് പോകരുത്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മുടെ ആഗ്രഹങ്ങളിലും ആവശ്യങ്ങളിലും ഇടപെടുവാൻ താല്പര്യവുമുണ്ട്. പക്ഷേ ചില വ്യക്തികളിൽ, ചില കുടുംബങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ ദൈവത്തിൻ്റെ കൃപയ്ക്ക് ഇറങ്ങാൻ സാധ്യമല്ലാത്ത വിധം അശുദ്ധി നിറഞ്ഞു നിൽക്കും. അശുദ്ധിയിൽ ദൈവത്തിന് ഇറങ്ങാൻ സാധിക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇറങ്ങണമെങ്കിൽ നിങ്ങൾ കുടുംബത്തിൻ്റെ, സഭ പോലെയുള്ള വിശുദ്ധി സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് അതിനോട് ചേർന്നിട്ടുള്ളതാണ് സഭ ആരാധനാ സമൂഹമാണ്. നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്, ഇന്ന് നിങ്ങളെ കുടുംബം എന്ന രാജ്യത്തിൻ്റെ രാജാവും രാജ്ഞിയുമായി വാഴിക്കുന്നു എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ പറയും, ഇന്ന് നിങ്ങളുടെ പട്ടം കൊടയാണ്. ഇന്ന് നിങ്ങളെ കുടുംബം എന്ന് പറയുന്ന സഭയുടെ പുരോഹിതരായി പട്ടം കെട്ടുകയാണ്. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആരാധന നിർവഹിക്കുവാനായിട്ട്. അത് കുടുംബ പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന, നോമ്പ് നമസ്കാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നുള്ളത് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഉപവസിച്ച് പ്രാർത്ഥിക്കണം. വിവാഹം കഴിച്ചവർക്ക് ഉപവസിക്കണമെന്നൊക്കെ ചോദിക്കും. വേണം. ബുധനും വെള്ളിയും ഒക്കെ നോമ്പ് നോക്കി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് അതിൻ്റേതായ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകും. ദിവസവും പ്രാർത്ഥിക്കണം, രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കണം. വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ ഏതാനും വാക്യങ്ങളെങ്കിലും ഒരുമിച്ചിരുന്ന് വായിക്കണം, ധ്യാനിക്കണം.
വിശുദ്ധ കുർബാനയിൽ കൂദാശകളിൽ നിരന്തരം സംബന്ധിക്കണം. ഇതൊക്കെയാണ് ശക്തി. നാം വിചാരിക്കും മറ്റു പലതുമാണ് നമ്മുടെ കുടുംബത്തെ താങ്ങി നിർത്തുന്നത് എന്നുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം, ആരാധനയുടെ ശക്തി, അത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ കോട്ടയായി നിലനിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. 1, നിങ്ങളെ യോജിപ്പിക്കുന്നത് ദൈവമാണെന്നുള്ള ചിന്ത ഒരിക്കലും വിട്ടുകളയരുത്. 2, നിങ്ങളുടെ കുടുംബം വിശുദ്ധ തൃത്വത്തിന് സമാനമായി സ്നേഹം പങ്കിട്ട് കരുതി എല്ലാ കാര്യങ്ങളിലും സാക്ഷികളായി ജീവിക്കുവാൻ ഇടയാകണം എന്നുള്ളത്. 3, ദൈവത്തിൻ്റെ കൃപ സമൃദ്ധിയായി അനുഭവിക്കുവാൻ തക്കവണ്ണമുള്ള വിശുദ്ധി നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടാകണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു.